ഹലോ ഗെയ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ നല്ലൊരു വെജിറ്റബിൾ കട്ട്ലറ്റാട്ടോ. അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണിത്. ഒരു 3 ഉരുളങ്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ പച്ച നേന്ത്രക്കായായിട്ടാണ് ഉണ്ടാക്കുന്നത്. പച്ച നേന്ത്രക്കായ ഞങ്ങൾ ആരും ഉണ്ടാക്കാത്തതാക്കാരം, പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റാട്ടോ. ഇത് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. പച്ച നേന്ത്രക്കായ തോല പൊളിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്കറിൽ കിഴങ്ങും പച്ച നേന്ത്രക്കായും വേവിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങളേ പച്ച നേന്ത്രക്കായൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലുണ്ടാവുമല്ലോ പോണൊക്കെ ആയിട്ട്, അതൊക്കെ നമുക്കൊരു കുക്കർക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കഴുകിങ്ങാണ്ട് ഉരുളങ്കിഴങ്ങ് തോലൊന്നും കളയണ്ട കേട്ടോ. പിന്നെ നമുക്കിത് വെന്തിട്ട് തോല് കളയാം. ഒന്ന് കഴുകിയിട്ടാൽ മതി. അങ്ങനെ നമ്മളെ പച്ച നേന്ത്രക്കായും അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു നേന്ത്രക്കായേ ഉള്ളൂ. ഇതായിട്ട് നമ്മളൊരു 10, 12, 13 കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ 3 ഉരുളങ്കിഴങ്ങും ഇത് നമുക്ക് നന്നായി ഒന്ന് 2 വിസിലെത്തിയാണെന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിക്കില്ലേ ബാക്കിയില്ല വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ വീഡിയോ ഇഷ്ടമായാലേ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ട്, ആ ഹോളെന്ന ഓപ്ഷന് ഒന്ന് അമർത്തിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. എന്നാൽ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വഴറ്റിയെടുത്താലോ. ഞാനിപ്പോൾ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി പേസ്റ്റാട്ടത്. ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതാണ് മിക്സിയുടെ ജാറിൽ. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെച്ചോളി. ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴേ നമ്മൾ സവാള അരിഞ്ഞിക്കണം, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സവാളയാണ് ഇതിലേക്ക് അരിഞ്ഞിക്കുന്നത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ച നേന്ത്രക്കായ്, 3 കിഴങ്ങ്, ഒരു സവാള, ചെറിയ ക്യാരറ്റാണെങ്കിൽ 2 വലുതാണെങ്കിൽ 1. ഇത്രയാണ് ഇതിലേക്ക് വേണം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ ഞങ്ങൾ അരിയുമ്പം ചെറുതായി അരിഞ്ഞോളും കേട്ടോ. ഞാനതിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. എന്താ വെച്ചാൽ അതിൽ കടിക്കാൻ പറ്റില്ല. കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കഷ്ണങ്ങളായി നമ്മൾ ഉരുട്ടുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോകുക കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് അരിയണം, അല്ലെങ്കിൽ ഞാൻ ഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്രേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഈ സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴേ 2 പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ. വെജിറ്റബിൾ കട്ട്ലറ്റ് പറഞ്ഞാൽ ഈ പച്ച നേന്ത്രക്കായ ഇടുമ്പോഴേ ഇത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്ത് നമ്മൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് വിരുന്നുകാരൊക്കെ നെട്ടിക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂടോട് കൂടെ അതിങ്ങനെ പൊരിച്ചിട്ടേ വിരുന്നുകാർ വരുമ്പോൾ അങ്ങനെ വിളമ്പി കൊടുത്താൽ അവർ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇനി വേണേ നിങ്ങൾ കുറച്ച് ടൊമാറ്റോ സോസും എടുത്തോളൂ. അങ്ങനെ ഇതൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോഴേ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കുറവാണ്, അപ്പോൾ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഫ്ലെയിം ചെറുതാക്കിക്കൊണ്ടോ. പക്ഷേ ഇത് കുറച്ച് കറണ്ടാവുമ്പോഴേ, കറണ്ടിൻ്റെ അടുപ്പാകുമ്പോൾ നമ്മൾ പറ്റ ചെറുതാക്കിയാൽ അത് ആവില്ല. പറ്റ കുറച്ച് കൂട്ടിയാൽ പുകയണമൊന്നുമില്ല, ഇത് പുക വരുന്നുള്ളൂ, അധികം ഫ്ലെയിമൊന്നുമില്ല. അങ്ങനെ ഗെയ്സ് ഇതൊക്കെ നല്ലോണം വഴറ്റിയിട്ടിട്ടേ വരട്ടെ. എന്നിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പലവിധം കട്ട്ലറ്റ് ഞാൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട്. പക്ഷേ പച്ചക്കറി കട്ട്ലറ്റ് ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ. അങ്ങനെ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ അരിയുമ്പോൾ ഒക്കെ ചെറുതാക്കി അരിയണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഉരുട്ടുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകാൻ പറ്റില്ല, വലിയ കഷ്ണങ്ങളാകുമ്പോഴേ. അങ്ങനെ പച്ചമുളകും നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴേ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ഒരു വലിയ ക്യാരറ്റാണെങ്കിൽ 1, 2 ക്യാരറ്റ് ചെറുതാണെങ്കിൽ അങ്ങനെ അത് ഗ്രേറ്റ് ചെയ്തോന്ന് നമുക്ക് അതിക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഉരുളങ്കിഴങ്ങും പച്ച നേന്ത്രക്കായ ആദ്യം വേവിച്ചാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്ത് വന്നിട്ട്. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ചിട്ട് ഉരുളങ്കിഴങ്ങും മറ്റേ പച്ച നേന്ത്രക്കായും കൂടി ഇതിൽ കൂട്ടി കുഴക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ
ക്യാരറ്റൊക്കെ നല്ലോണം ഗ്രേറ്റ് ചെയ്തുകൊണ്ട് എളുപ്പം വഴന്ന് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അതിൽ മുളകും പൊടിയോ ഒന്നും വേറെ ചേർക്കില്ല കേട്ടോ. ഇതൊരു പാകത്തെ എരിയാണ്, ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എന്നാൽ എരിവുണ്ടേനും അധികം എരിവ് ഇല്ലേനും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ മസാല കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴേ ലേശം ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉപ്പൊക്കെ അതിൽ നല്ലോണം ഒന്ന് വഴറ്റി ഒക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകോളം ഒന്ന് ഇളക്കി റെഡിയാക്കുക. ഇനിയിപ്പോൾ ചിക്കൻ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചനേന്ത്രക്കായ നല്ലോണം വെന്താണ്, അങ്ങനെ അമൃത്തി അങ്ങനെ ഉടഞ്ഞ് പോണ പോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കിഴങ്ങും നല്ലോണം വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക്. വേണമെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തോളി. ഇതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഉടയുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം. അങ്ങനെ ഇതും കൂടി നമ്മളെ കൂട്ടിക്ക് ചേർത്തിട്ടേ പച്ചനേന്ത്രക്കായ ആദ്യം വേവിച്ചത് ആദ്യം നല്ലോണം കുഴച്ച് കൊടുക്കുക. അത് ചേർത്തുങ്ങാണ്ട് ഒക്കെ നല്ലോണം ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങൾ നേന്ത്രക്കായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി നോക്കിയാക്കി. ഇനിയിപ്പോൾ അതിലേക്ക് വേറെ നിങ്ങൾ പച്ചക്കറികൾ, പച്ചപ്പട്ടാണി കടല അതൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ഇത് ചേർത്തപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടേ ഇനിയിപ്പോൾ ഇതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ കേട്ടോ. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ ഒന്ന് കുറച്ച് ലൂസായ ഗ്രേവിയാണ്, തിക്കായ ഗ്രേവി ആക്കണമെങ്കിൽ നമുക്ക് വേറെ സാധനം കൂടി ചേർക്കാണ്ട് ഇതിൽ. അതും കൂടി ചേർക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആകുക. നല്ല തിക്കില്ല ഒരു ഇതാകുക കേട്ടോ. ഇത് നമുക്ക് കയ്യിലിട്ട് ഉരുട്ടാല്ലേ ഈ മാവ്. 2 ബ്രെഡ് ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം പീഞ്ഞെടുക്കുക കേട്ടോ. വെള്ളത്തിലിട്ടേ അങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ പീഞ്ഞ് കളയാം കേട്ടോ. 2 3 എടുത്തോളൂ. ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം എത്ര എണ്ണം വേണമെന്നില്ലേ. അങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് അത് നല്ലോണം ഇതിൽ കൂട്ടി കുഴക്കട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ്. പൊട്ടാതെ കട്ട്ലറ്റൊന്നും പൊട്ടാതെ നല്ല അടിപൊളിയായി നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ബ്രെഡ് വേണമെങ്കിൽ 2 കൂടി വേണമെങ്കിൽ എടുത്തോളി. ഞാൻ ഇപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല പാകമാണ്. നല്ല തിക്കായൊരു ഇതായി വന്നിട്ടുണ്ട്. ഒരു മാവ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം കുഴച്ച് റെഡിയാക്കി. ഇനി നമുക്ക് 2 മുട്ട അപ്പോൾ ഞാൻ ഉടച്ചിട്ടുണ്ടോ ഇത് കേട്ടോ. അത് നല്ലോണം ഇളക്കിങ്ങാണ്ട് ഒന്ന് അടിച്ച് യോജിപ്പിച്ച അതിൻ്റെ ഉണ്ണി ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് ഇളക്കിയാണ്ട് റെഡിയാക്കുക. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ അപ്പോൾ അതിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു മിൽമ കുപ്പിൻ്റെ ഒരു അടപ്പാട്ടോ എടുത്തുക്കണ്. അതിലാകുമ്പോൾ എന്താ പറയുക, നമ്മൾ അതിൻ്റെ കറക്റ്റ് വട്ടത്തിൽ വരും. അപ്പോൾ ഇതിൽ ബ്രെഡ് ഞാൻ നല്ലോണം മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെയും കാട്ടിക്കോളി. ഞാൻ ഇപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്താണ്. നമുക്ക് എല്ലാം അതൊന്നും ഉണ്ടാക്കാൻ നോക്കാം. കയ്യുമ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ടേ, ഏത് എണ്ണ ആയാലും മതി. ഇങ്ങനത്തെ ഒരു മിൽമ കുപ്പിൻ്റെ അടപ്പിൽ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടേ അതിലും കുറച്ച് എണ്ണ ആക്കണം. ഇങ്ങനെ കൊട്ടിയാൽ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. കട്ട്ലറ്റിൻ്റെ അതേ രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ മുട്ടിയിലൊന്നും മുക്കുക, ബ്രെഡിലൊന്നും മുക്കുക, ബ്രെഡിൻ്റെ പൊടിയിലൊന്നും മുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിലൊരു 10 മിനിറ്റ് നേരം വെക്കട്ടോ. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടേ നിങ്ങൾ പൊരിച്ചാൽ നേരത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയിട്ടുണ്ട് പൊരിച്ചെടുത്താൽ മതി. നല്ല ഫ്രഷ് ചൂടോട് കൂടല്ലേ ആൾക്കാർക്ക് നല്ല ചായ വെച്ചിട്ട് ചായ വിളമ്പിയിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് ടൊമാറ്റോ സോസും കൂട്ടി ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ തണുപ്പത്ത് മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ ഒരു കട്ട്ലറ്റ് അങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് എല്ലാതും ഒന്ന് ഉണ്ടാക്കിയാലോ.
ഗെയ്സ് നമ്മളെ വെജിറ്റബിൾ കട്ട്ലറ്റൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാദ്യം കയ്യിലെടുത്തിട്ടൊന്ന് എണ്ണ വറ്റിയിട്ട് ആ പാത്രത്തിന് അതിൻ്റെ അടപ്പിലൊന്ന് ഇട്ടിട്ട് കൈയ്യൊക്കെ എടുക്കുക. എന്നിട്ട് മുട്ടൻ്റെ ഇതിലൊന്ന് ഒപ്പിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അത് അങ്ങനത്തെ ഒരു അടപ്പെടുക്കുക കേട്ടോ. നിങ്ങൾ കയ്യിൽ വേണമെങ്കിൽ കയ്യിലുണ്ടായിക്കോളൂ. ഞാൻ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു എളുപ്പമായിരുന്നു. ഇനി മുട്ടയിലൊന്ന് മുക്കുക, ബ്രെഡ് ക്രംസിലൊന്ന് മുക്കുക. ഇത് എത്ര ദിവസം ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ, കേടുവരില്ല. അങ്ങനെ എല്ലാം അതും ഉണ്ടാക്കി എടുത്തിട്ടേ നമുക്കൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം.